എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ രണ്ടാം തവണയാണ് വരുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം 2018 ആദ്യമായിട്ട് വന്നിരുന്നത്. ഇന്ന് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിനകത്തുള്ളൊരു വിഷയം സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 2019 ആണ് ഈ വിഷയം ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വീണ് കിട്ടുന്നത്. അന്ന് തന്നെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് ഞാൻ വായിച്ചു വെച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടിയില്ല, ഒരു സ്റ്റേജ് കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇത് വിശാലമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം ആണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള സമയം വളരെ ചെറുതാണ്. അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള ആ വിഷയത്തിൻ്റെ ഒരു എസൻസ് മാത്രം, അതിൻ്റെ സത്ത മാത്രം പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് ആ വിഷയം വരാനുണ്ടായ സാഹചര്യം ഇതാണ്. നിങ്ങൾ പലരും ആ ചോദ്യം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതായത്, ദൈവം ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, നിങ്ങൾ മതം ഉപേക്ഷിക്കുന്നു, ദൈവത്തിനെ തന്നെ തള്ളിക്കളയുന്നു. അപ്പോൾ പല വിശ്വാസികളും നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, മതമില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് സാധിക്കും? കാരണം മനുഷ്യൻ്റെ ധാർമ്മിക ബോധവും അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ധാർമ്മികമായിട്ട് പെരുമാറണം എന്നും പഠിപ്പിക്കുന്നത് മതമല്ലേ എന്നുള്ള വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ്റെ പേരാണ് പാമ്പിൻ കയത്തിലെ ചോരക്കൈകൾ എന്നുള്ളത്. അപ്പോൾ പാമ്പിൻ കയത്തിലെ ചോരക്കൈകൾ എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനം കാണാം. അതിൻ്റെ സബ് ടൈറ്റിലാണ് ഈസ് റിലീജിയൻ ദ സോഴ്സ് ഓഫ് മൊറാലിറ്റി. മതമാണോ മനുഷ്യൻ്റെ ധാർമ്മികതയുടെ സ്രോതസ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ധാർമ്മികതയെക്കുറിച്ചിട്ട് അറിയാം. അതിനെക്കുറിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രകൃതിയിലുള്ളതിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ജീവികളിൽ വെച്ചിട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ധാർമ്മികതയുള്ള ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അത്ര ധാർമ്മികതയുള്ളൊരു മറ്റൊരു ജീവിയും ഇതുവരെ ഉള്ളതായിട്ട് നമുക്ക് യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ധാർമ്മികതയാണ് നമുക്കുള്ളത്. വളരെ സങ്കീർണത എന്ന് പറയുമ്പോൾ, നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ തളർന്നു വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി അവരെ എടുക്കും, ചിലപ്പോൾ വെള്ളം കൊടുക്കും. കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആംബുലൻസ് വിളിക്കും, അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. ഇത് മനുഷ്യനോട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. മനുഷ്യനോട് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, മൃഗങ്ങളോടും കാണിക്കാറുണ്ട്. മൃഗങ്ങളോട് കാണിക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് പോലും മനുഷ്യൻ ആ ജീവികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും അറിയാം. ഈവൻ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോൾ പോലും സമാനമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം റിയൽ ഫോട്ടോഗ്രാഫ്സാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വെള്ളപ്പൊക്കം വന്ന സമയത്ത് സഹജീവികളെ മനുഷ്യൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില സ്വഭാവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ, ഈ പ്രസൻറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് വന്ന ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, അതായത് മൈൻഡ് എന്ന് പറയുന്ന സംഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു ആ ടീച്ചറിൻ്റെ അഭിപ്രായം. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന സുഹൃത്ത് എന്നോട് ആ സമയത്ത് ചെവിയിൽ പറയുകയാണ്, അപ്പോൾ മൃഗങ്ങൾക്കൊക്കെ മോട്ടറായിരിക്കും അതിൻ്റെ തലയ്ക്കകത്ത് വെച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ അതിന് ആണോ വെച്ചിരിക്കുന്നത്, അത് റോബോട്ടിക് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ധാർമ്മികത ഇല്ലാത്തൊരു ജീവിയായിട്ടാണോ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനും ധാർമ്മികതയുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മനുഷ്യൻ കാണിക്കുന്ന തരത്തിലുള്ള ധാർമ്മികതകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിയുമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത്, അപ്പോൾ മതത്തിന് അവിടെ പ്രത്യേകിച്ച് വലിയ ഒരു റോളൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം മതം പഠിച്ചില്ലെങ്കിലും നമുക്ക് സഹജമായിട്ട് ധാർമ്മികത ഉണ്ടാവും. അത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ എക്സ്ട്രീമായിട്ടുള്ള 2 കേസുകൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്, തോമസ് കുൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ വവ്വാലുകളെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ വവ്വാലുകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കണ്ട ഒരു സംഭവം അദ്ദേഹം പിന്നെ ഒരു ജേണൽ ഓഫ് സുവോളജി എന്ന് പറയുന്ന ഒരു ജേണലിനകത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ
അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, ഈ മിഡ് വൈഫ് ബാറ്റ് എന്ന് പറയുന്നൊരു സംഗതി. അതായത് നമുക്കറിയാം വാവൽ തല കീഴായാണ് കിടക്കുന്നത്. പക്ഷേ ചില സമയത്ത് അതതിൻ്റെ നോർമലായിട്ടുള്ള പൊസിഷനിലേക്ക് വരും. അത് ഏത് പൊസിഷനാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് മൂത്രം ഒഴിക്കുന്ന സമയത്താണ് നോർമൽ പൊസിഷനിലേക്ക് വരുന്നത്, ഇല്ലെങ്കിൽ വായിലേക്ക് മൂത്രം വീഴും. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സമയത്താണ് നോർമലായിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ തോമസ് കുൻസ് കണ്ട ഒരു കാര്യം ഇതായിരുന്നു. അതായത് ഒരു ആദ്യമായിട്ട് പ്രസവിക്കുന്നൊരു വാവൽ, അപ്പോൾ അതിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ല, ഏത് പൊസിഷനിലേക്ക് വരണം, എപ്പോഴാണ് പ്രോപ്പറായിട്ട് ഇരിക്കേണ്ടത്, അതൊന്നും അതിന് പരിചയമില്ല. അപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു വാവലുണ്ട്, അതൊരു ഫീമെയിലായിട്ടുള്ളൊരു വാവലാണ്, അത് മുമ്പ് പ്രസവിച്ചിട്ടുള്ള വാവലാണ്. വാവൽ പ്രസവിക്കുന്ന ജീവിയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കാരണം ഒരു പക്ഷിയുടെ രൂപമൊക്കെ ഉള്ളൂ, പക്ഷേ അതൊരു സസ്തനിയാണ്, മാമലാണ്, പ്രസവിക്കുകയാണ് അത് ചെയ്യുന്നത് കുഞ്ഞിനെ. അപ്പോൾ തൊട്ടടുത്ത വാവൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വാവലിന് ഏത് പൊസിഷനിലാണ് ഇരിക്കേണ്ടതെന്ന് അത് കാണിച്ചു കൊടുക്കുന്നു, അതിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് അതുപോലെ ആ വാവൽ ചെയ്യുന്നു, അത് പ്രസവിക്കുന്നു. പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ അമ്മയുടെ ദേഹത്തേക്ക് ചുറ്റി കയറാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഇത് അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബിഹേവിയർ നമ്മൾ ഒരിക്കലും ഇതുപോലുള്ളൊരു ജീവികളിൽ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം കണ്ടപാടെ അതൊരു ജേണലിനകത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഗതി. ഇത് 2003 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു സംഗതിയാണ്. ഒരു 11 ആനകൾ ചേർന്നിട്ടുള്ളൊരു കൂട്ടം ഒരു റിസർവിനകത്തേക്ക് വന്നിട്ട് അവിടെ പൂട്ടിയിട്ടിരുന്ന ഒരു ആൻറ്റിലോപ്പ് എന്ന് പറഞ്ഞാൽ മാനിൻ്റെ വർഗ്ഗത്തിൽ വരുന്ന ജീവിനെ തുറന്നു വിട്ടു. അതിന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലൊക്കെ വളരെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു സംഗതിയാണ്. എല്ലാവർക്കും, ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഇന്ന് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. 11 ആനകൾ ചേർന്നൊരു കൂട്ടം വന്ന് അവിടെ അടച്ചിട്ടിരുന്ന ഒരു ആൻറ്റിലോപ്പിനെ തുറന്നു വിടുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്നുള്ള കാര്യത്തിനകത്തേക്ക് നമ്മൾ വരാൻ പോകുന്നത്? ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് കോപ്പറേഷനാണ്. കോപ്പറേഷൻ അഥവാ സഹകരണം എന്നുള്ളത്. അതായത് സോഷ്യലായിട്ടുള്ള ജീവികളിലെ ധാർമ്മികത ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളൂ. കാരണം ഈ ലോകത്ത് ഒരു ജീവി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഇൻഡിവിജ്വൽ മാത്രമേ ഉള്ളൂ. അതിന് വേറെ ആരോടും സഹകരിക്കേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ ധാർമ്മികതയുടെ ആവശ്യമില്ലല്ലോ. പലതരത്തിലുള്ള സ്വഭാവ വിശേഷണങ്ങളുടെ ആവശ്യവുമില്ല, കാരണം വേറെ ആരുമില്ല അതിന് ഇടപെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധാർമ്മികത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോപ്പറേഷൻ അഥവാ സഹകരണം എന്നുള്ളതാണ്. സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ധാർമ്മികതയ്ക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടൂ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യർ സഹകരിക്കാറുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്ന സമയത്ത് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള പല ആൾക്കാരും പല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ്, അതും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി. അതാണ് കോപ്പറേഷൻ അഥവാ സഹകരണത്തിൻ്റെ നിർവചനം പോലും. അതായത് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളോടൊപ്പം കൂടി പ്രവർത്തിക്കുന്നതിനാണ് കോപ്പറേഷൻ അഥവാ സഹകരണം എന്ന് പറയുന്നത്. ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മനുഷ്യനെ കൊണ്ട് സാധ്യമാകും. കാരണം മനുഷ്യനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ബുദ്ധിയുള്ള ജീവി. മൃഗങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് സാധിക്കും, ഇല്ലേ? നിങ്ങൾ ആനിമൽ പ്ലാനറ്റിലെയും ഡിസ്കവറിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചെന്നായ അതിന് നല്ല ഉദാഹരണമായിട്ടുള്ള ഒരു ജീവിയാണ്. അത് വേട്ടയാടുന്നത് കൂട്ടം ചേർന്നിട്ടാണ്. കൂട്ടം ചേർന്ന് അത് വേട്ടയാടും. വേട്ടയാടിയതിന് ശേഷം അതിൻ്റെ ഇറച്ചി പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പങ്കിട്ടെടുക്കുന്ന സമയത്ത് ഇതിനകത്തൊരു സോഷ്യൽ സ്ട്രക്ചറുണ്ട്. ആ സോഷ്യൽ സ്ട്രക്ചറിൽ റാങ്ക് കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്. റാങ്ക് കൂടിയിട്ടുള്ള ആൾക്കാർ കൂടുതൽ മാംസം എടുക്കും. അങ്ങനെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ടുള്ള മാംസം കഷ്ണങ്ങൾ കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില സമയങ്ങളിൽ ചില ജീവജാലങ്ങൾ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഈ സ്പോട്ടഡ് ഹൈന എന്ന് പറയുന്ന കഴുതപ്പുലി. ഈ കഴുതപ്പുലി പല ശാസ്ത്രജ്ഞന്മാരും കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ 2 അതിലധികമോ ഹൈനകൾ സഹകരിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ സാധാരണ കാണിക്കുന്ന സ്വഭാവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളും അങ്ങനെ തന്നെ. നമ്മൾ വീട്ടിലുള്ള കയ്യിരിപ്പ് അല്ലല്ലോ പുറത്തുകൊണ്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ നല്ല അച്ചടക്കത്തോടു കൂടിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ കാര്യം നടക്കണം, ഭക്ഷണം കിട്ടണം. അപ്പോൾ അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ മാറ്റി, എന്താണ് ടാസ്ക് എന്ന് അറിയില്ലാത്ത അവസരങ്ങളിൽ പോലും രണ്ടുപേരും അവരുടെ സ്വഭാവങ്ങളിൽ
ഒരു ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി വരുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ചില സമയങ്ങളിൽ ഈ ഒരു സ്പീഷീസ് മാത്രമല്ല, ഒന്നിലധികം സ്പീഷീസുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് ഉദാഹരണമാണ് ഈ റേവനും ഊൾഫും. ഈ എവിടെയെങ്കിലും എൽക്കിൻ്റെ ശവശരീരം ഉണ്ടെങ്കിൽ, എൽക്ക് എന്ന് പറയുന്നത് ഒരു മാനിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിൻ്റെ ശവശരീരം കാണുകയാണെന്നുണ്ടെങ്കിൽ റേവൻസ് ആദ്യം പോയി ഊൾസിനെ അറിയിക്കും, ഇവിടെ ഒരു ശവശരീരം ഉണ്ട് ബാ. കാരണം റേവൻസിന് ഒറ്റയ്ക്ക് അതിനെ കൊത്തിക്കീറി ആഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, അതിന് ഊൾസിൻ്റെ സഹായം വേണം. അപ്പോൾ ഊൾസിനെ അറിയിക്കുന്നു, ഊൾസ് വരും, ഊൾസിനും ഭക്ഷണം കിട്ടും, അതിനോടൊപ്പം റേവൻസിനും കിട്ടും. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് ബേൺഡ് ഹൈൻറിക് എന്ന് പറയുന്ന ഒരു പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും കൂടെയാണ് ഈ കാര്യം കണ്ടെത്തിയത്. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. അതാണ് ആൾട്രൂയിസം എന്ന് പറയുന്ന ഒരു സംഗതി. ആൾട്രൂയിസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു ജീവി അതിൻ്റെ സർവൈവബിലിറ്റി അഥവാ അതിജീവനത്തിൽ ചെറിയ കോട്ടം വരുത്തിക്കൊണ്ട് മറ്റ് ജീവിയുടെ അതിജീവനത്തിനുള്ള സാധ്യത കൂട്ടുന്ന സ്വഭാവ വിശേഷണങ്ങളെയാണ് നമ്മൾ ആൾട്രൂയിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്രൗണ്ട് സ്ക്യൂറൽ, ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇര തേടി ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഇതിനെ ആഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പ്രൊഡേറ്റേഴ്സൊക്കെ വരും, കഴുകനെ പോലെയും അല്ലെങ്കിൽ പരുന്തിനെ പോലെയൊക്കെയുള്ള ജീവികൾ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റിനൽ ജീവികളുണ്ടാവും. അവ എണീച്ചിട്ട് നിന്നിട്ട് ചില അലാം കോൾസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ അപകടം വരികയാണ്, നിങ്ങളെല്ലാം മാളത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അലാം കോൾസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അലാം കോൾസ് ഇതൊരു ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ ആണ്. കാരണം ഇങ്ങനെ അലാം കോൾസ് കൊടുക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ സ്ക്യൂറലിനെ ആ പ്രഡേറ്റർ തിരിച്ചറിയാനും അതിനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതേസമയം തന്നെ ഇത് അലാം കോൾസ് കൊടുക്കുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുകയും അവരുടെ അതിജീവനം കൂടുകയാണ് ചെയ്യുന്നത്. അവരുടെ അതിജീവനം കൂടുകയും ഈ പർട്ടിക്കുലർ വണ്ണിൻ്റെ അതിജീവനം കുറയുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾട്രൂയിസ്റ്റിക് സ്വഭാവം കാണിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച ആളാണ് ഇത് WD ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മഹാനായിട്ടുള്ള ഇവല്യൂഷണറി ബയോളജിസ്റ്റിൽ ഒരാളായിരുന്നു. ഇദ്ദേഹമാണ് ആൾട്രൂയിസത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ആൾട്രൂയിസം ഉണ്ട്, കിൻ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രക്തബന്ധമുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ബന്ധമുള്ള സമയത്ത് ഈ ജീവിയുടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ജനിതകം അവരുടെ ബന്ധുവിലും കാണുമല്ലോ, രക്തബന്ധമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ജീവി മരിച്ചാലും ഇവയിലുള്ള ജനറ്റിക് മേക്കപ്പ് മറ്റ് ബന്ധുക്കളിലൂടെ അടുത്ത തലമുറയിലേക്ക് പോകും എന്ന് കണ്ടുപിടിച്ച ആളായിരുന്നു WD ഹാമിൽട്ടൺ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 2 കുട്ടികളുണ്ട്, ഒരു വീട്ടിനകത്ത് 2 കുട്ടികളുണ്ട്. അത് ഒരെണ്ണം നിങ്ങളുടെ കുട്ടി, മറ്റേത് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്തൊരു കുട്ടി. തീ പിടിക്കുന്നു, ഒരാളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾ എത്രയൊക്കെ ധാർമ്മികത പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ മാത്രമേ രക്ഷിക്കൂ. അത് തന്നെയാണ് പ്രകൃതിയിലും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന ഇൻസെലക്ഷൻ എന്ന് പറയുന്ന സംഗതി. ഇനി അടുത്തത് എമ്പത്തി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അത് പൊതുവേ നമ്മൾ കണക്കാക്കി വെച്ചിട്ടുള്ളത് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സംഗതിയാണല്ലോ. അപ്പോൾ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് മറ്റൊരു ജീവിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവിനെയാണ് എമ്പതി അഥവാ സഹാനുഭൂതി എന്ന് നമ്മൾ പറയുന്നത്. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പല പരീക്ഷണങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി നടന്നിട്ടുള്ള പല പരീക്ഷണങ്ങളും കാണിക്കുന്നത് അങ്ങനെ അല്ല എന്നുള്ളതാണ്. അതായത് ഇതിലൊരു ക്ലാസിക്കായിട്ടുള്ളൊരു എക്സാമ്പിൾ, ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു എലി, ആ എലിക്ക് ഒരു ലിവർ വലിക്കുമ്പോൾ ഭക്ഷണം കിട്ടും. അപ്പോൾ ലിവർ വലിക്കുമ്പോൾ അതിന് ഭക്ഷണം കിട്ടും. പക്ഷേ ലിവർ വലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനപ്പുറത്തൊരു കേജുണ്ട്, ഒരു കൂടുണ്ട്, അതിനകത്തൊരു എലി കിടപ്പുണ്ട്. ആ എലിക്ക് ഷോക്ക് അടിക്കും ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ലിവർ വലിക്കുന്ന സമയത്ത് ആദ്യത്തെ എലിക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യും, അത് മറ്റേ എലിക്ക് ഷോക്ക് അടിക്കുകയാണെന്നുള്ള കാര്യം അതിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ പരീക്ഷണം ചെയ്തതിൽ നിന്ന് മനസ്സിലായത്, അങ്ങനെ തിരിച്ചറിയുന്ന നിമിഷം ഈ എലി പിന്നെ അത് വലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ്. അതായത് സ്വന്തം പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ദുസ്സഹമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അത് തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ഈ പഠനം കാണിച്ചത്. അതുപോലെ തന്നെ റീസസ് കുരങ്ങുകളെ ഉപയോഗിച്ചിട്ടുള്ളൊരു പഠനമുണ്ട്. ഇതുപോലെ തന്നെ എലിക്ക് പകരം കുരങ്ങനാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ
കുരങ്ങനും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ ഒരു കുരങ്ങൻ 12 ദിവസം ആഹാരം കഴിക്കാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്നു, അവർക്കൊരു ഡിസ്ട്രസ് ഉണ്ടാക്കുന്നു എന്ന് കണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുന്ന നമ്മൾ വലിയൊരു ധാർമ്മികതയായിട്ടാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ളതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ട്രൈറ്റുകളിൽ ഒരെണ്ണമാണ് എന്നാണ് ഫ്രാൻസിസ് ഡി വാളിനെ പോലത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രൈമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ധാർമ്മികതയും യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ധാർമ്മികതയാണെന്നുള്ളതാണ്. എലിയും മനുഷ്യനും ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്നു. അത് എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എലിക്കും എമ്പതിയുണ്ട്, കുരങ്ങനെ എമ്പതിയുണ്ട്. അപ്പോൾ ആ പൊതുപൂർവികന് ഈ പറയുന്ന ഗുണം ഉണ്ടായിരുന്നിരിക്കണം. അതിൽ നിന്നാണ് പിന്നെയുള്ള ജീവജാലങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗാസയിൽ ജനങ്ങൾ വെടിയേറ്റ് വീഴുമ്പോഴും ബോംബാക്രമണത്തിൽ ചെതറിപ്പോകുന്ന സമയത്തൊക്കെ മുതലക്കണ്ണീരൊഴുക്കുകയും ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം വരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമേ നടക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ധാർമ്മികത ഉണ്ടല്ലോ, അത് പരിണാമത്തിലൂടെ ഒരിക്കലും കിട്ടില്ല. അത് മതത്തിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അത് മതം ഉണ്ടെങ്കിൽ മതത്തിന് മാത്രമേ ആ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ധാർമ്മികതയൊക്കെ മതമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നതിനകത്തുള്ള കോമഡി എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. അതായത് മനുഷ്യൻ്റെ കൈവശമുള്ള പല ധാർമ്മികതയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികസിച്ച മസ്തിഷ്കം ഉള്ളത് കൊണ്ട് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ധാർമ്മികമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അതിൻ്റെ പ്രാകൃത രൂപങ്ങളൊക്കെ തന്നെ മനുഷ്യനുണ്ടാകുന്നതിനും ഈവൻ ഈ പ്രൈമേറ്റുകളുടെ പൊതുപൂർവികനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ഇത് കഴിഞ്ഞ തവണ ഞാൻ തിരൂർ ചെന്നപ്പോഴും ഒരാൾ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അതായത് ഒരു ജീവിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ജീവിയെ കൊല്ലുമ്പോൾ അത് കാണുന്ന ജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവുമോ എന്നൊരാൾ ചോദിച്ചിരുന്നു. അങ്ങനെ സ്ട്രെസ് ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം. പക്ഷേ ഈ കാണുന്ന ചിത്രത്തിലുള്ള കുരങ്ങും കുട്ടിയും ഈ പഠനം കാണിക്കുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അമ്മയും കുഞ്ഞിനെയും മാറ്റി പാർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടും. അതിന് സോഷ്യലൈസേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ആ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ പഠനം കാണിക്കുന്നത്. അതിനപ്പുറത്തിരിക്കുന്ന ഡയാന മങ്കി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് മങ്കിയാണ്. അത് വെച്ചിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. അതിൽ ഈ മങ്കിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്, അതായത് ഒരു ടോക്കൺ കൊണ്ടിടുന്ന സമയത്ത് അതിന് ഭക്ഷണം കിട്ടും. അപ്പോൾ എത്ര ടോക്കൺ ഇട്ടിട്ടുവാണെങ്കിലും അതിന് ഭക്ഷണം എടുക്കാം. അപ്പോൾ ഒരു കുരങ്ങനെ, ഒരു ഫീമെയിൽ ഡയാന മങ്കിക്ക് ഈ ട്രെയിനിങ് കൊടുത്ത സമയത്ത് അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നേ ഇല്ല, അത് ടോക്കൺ ഇട്ടിട്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു കുരങ്ങൻ ചെന്ന് ആ കുരങ്ങിന് വേണ്ടിയിട്ട് ടോക്കൺ ഇട്ട് അതിൻ്റെ ഭക്ഷണം എടുത്ത് ആ കുരങ്ങിന് കൊടുത്തു എന്നുള്ളതാണ് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കൺസോലേഷൻ എന്ന് പറയുന്ന ഒരു സ്വാന്തനപ്പെടുത്തുക, ഇത് ഒറിജിനലായിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ചിമ്പാൻസി മറ്റൊരു ചിമ്പാൻസിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റതിന് ശേഷം അതിൻ്റെ കുഞ്ഞ് അതിനെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. ഇത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ എമ്പതി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത്. അഥവാ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനകത്തുണ്ട്. അതാണ് മറ്റൊരാളുടെ ഫീലിങ്സ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോശമുണ്ട്, സ്പിൻഡിൽ സെൽസ്. ഇതിനെ വോൺ എക്നോമോ ന്യൂറോൺസ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സോഷ്യൽ ഇമോഷൻസും സോഷ്യൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ന്യൂറോൺസ്. ഇതിൻ്റെ അഭാവം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് അത് സാധാരണ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇതാണ്. മങ്കീസിനില്ല, മറിച്ച് എയ്പ്സുകൾക്കും മനുഷ്യനും കണ്ടിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ പറയുന്ന ജീവജാലങ്ങൾ സെറ്റേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം സസ്തനികളാണ്. തിമിംഗലം, ഡോൾഫിൻ, ഓർക്കാസ്, ആ പറയുന്ന ജീവജാലങ്ങളൊക്കെ വരുന്നത്. അവരുടെ വലിയ വികസിച്ച മസ്തിഷ്കമാണ് അവർക്കുള്ളത്. അവരിലും ഈ പറയുന്ന സ്പിൻഡിൽ സെൽസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്പിൻഡിൽ സെൽസ് ഉള്ള സമയത്ത് മനുഷ്യനെ പോലത്തെ ധാർമ്മികമായിട്ടുള്ള സ്വഭാവങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പല മറൈൻ ബയോളജിസ്റ്റുകളും
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഓർക്കാസ് എന്ന് പറയുന്നതാണ് ഡോൾഫിനെ പോലെ ഇരിക്കുന്ന എങ്കിൽ തിമിംഗലത്തിനെ പോലത്തെ ഷേപ്പൊക്കെ ഉള്ള ജീവി, കില്ലർ വെയിൽസ് എന്നറിയപ്പെടുന്നത്. അതതിൻ്റെ കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷനിലായി പോകുന്ന ഒരു ജീവിയാണ്. പിന്നെ ഇതിലൊരു തിമിംഗലം അതിൻ്റെ കൂട്ടത്തിലുള്ള അതിൻ്റെ അമ്മ മരിച്ചു പോയതിന് ശേഷം ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം വേർപെട്ട് അമ്മ സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു വെയിൽസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു വെയിലിന് അപകടം പറ്റിയതിന് ശേഷം അതിനോടൊപ്പം ഏതാണ്ട് 3 ദിവസം ഒരു സ്പോട്ടിൽ തന്നെ മാറാതെ അവിടെ തങ്ങിയ വെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ആന, ഈ വലിയ വികസിച്ച മസ്തിഷ്കമുള്ള മറ്റൊരു ജീവിയാണ് ആനയെന്ന് പറയുന്നത്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയുടെ ഡയറക്റ്റ് ഫോട്ടോ അല്ല, അത് ഞാൻ കഷ്ടപ്പെട്ട് തപ്പിയെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഒരിക്കൽ ഒരു ട്രാപ്പിൽ വെച്ചിട്ട് ഒരു ആനയുടെ മൂക്ക് മുറിഞ്ഞു പോയി, അതിൻ്റെ ട്രങ്ക് മുറിഞ്ഞു പോയി, തുമ്പിക്കൈ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയാലോ, അത് വെള്ളം എടുക്കുന്നതെല്ലാം തുമ്പിക്കൈ വെച്ചിട്ടാണ്, ഭക്ഷണം എടുക്കുന്നതെല്ലാം തുമ്പിക്കൈ വെച്ചിട്ടാണ്. പിന്നെ ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അതിന് ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ റിവർ റീഡ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രാസ് പുല്ലുകളുണ്ട്. ഈ ചതുപ്പ് നിലങ്ങൾക്കടുത്തും അതുപോലെ തന്നെ തോടുകൾക്കടുത്തൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു തരത്തിലുള്ള പുല്ലുകളാണ്. അത് മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അങ്ങനെ അത് കഴിച്ച് ശീലിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലൊരു പ്രശ്നമുണ്ട്, ഇതിന് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ ഈ ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങ് കൂടി. അവർ ആ സ്റ്റഡിയിൽ പറയുന്നത്, പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്ത സമയത്തേക്കും ആ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും ഈ പറയുന്ന റിവർ റീഡ്സ് കഴിച്ച് അതുമായിട്ട് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്, ആ സ്റ്റഡിയിൽ പറയുന്നത്. പിന്നെ ആന പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് മനുഷ്യനെ പോലെ തന്നെ അസ്ഥികളോട്, ശ്രദ്ധിച്ച് കേൾക്കുക, മനുഷ്യനെ പോലെ തന്നെ അസ്ഥികളോട് ഭയങ്കരമായിട്ടുള്ളൊരു അഭിനിവേശമുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്, അസ്ഥി ഗംഗയിലൊഴുക്കാറുണ്ട്, പാവനാശത്തൊഴുക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ആനക്കുട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധുവോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും അതിൻ്റെ അസ്ഥി തിരിച്ചറിയാൻ പറ്റും എന്ന് മാത്രമല്ല, കാരണം നന്നായിട്ട് മണം പിടിക്കാൻ കഴിവുള്ള ഒരു ജീവി കൂടിയാണ് ആന. അസ്ഥി തിരിച്ചറിയാൻ പറ്റുമെന്ന് മാത്രമല്ല, ആ അസ്ഥിയിൽ തുമ്പിക്കൈ കൊണ്ട് തടവിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകം തരം ജീവിയാണ് ആന എന്ന് പറയുന്നത്. ഇനി ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ആന പൊതുവെ ആഫ്രിക്കൻ എലിഫൻസ് റൈനോസറസുമായിട്ട് നോർമലി നല്ല സോഷ്യൽ ബോണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു റൈനോസറസുമായിട്ട് കൂട്ടുകൂടിയ ഒരു ആഫ്രിക്കൻ ആനക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ റൈനോസറസിനെ കുറച്ച് പോച്ചേഴ്സ് വെടിവെച്ച് കൊല്ലുകയും അതിൻ്റെ കൊമ്പറുത്ത് കൊണ്ടുപോയി അതിനെ കൊന്നിട്ട് കുഴിച്ചു മൂടി. അപ്പോൾ ഈ ചെറിയ ആനക്കുട്ടി വന്ന് അതിന് അടക്കിയിരുന്ന സ്ഥലത്തുനിന്ന് കൊമ്പെല്ലാം കുത്തി മണ്ണൊക്കെ ഇളക്കി കരഞ്ഞുകൊണ്ട് മണ്ണൊക്കെ ഇളക്കുന്നൊരു സംഭവത്തിനെ കുറിച്ചും റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, തിരൂർ വെച്ച് ഒരാൾ എന്നോട് സ്ട്രെസ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു. മറ്റാരുടെയെങ്കിലും മുന്നിൽ വെച്ച് ഒരു ജീവിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ജീവിയെ കൊല്ലുമ്പോൾ അതിന് സ്ട്രെസ് ഉണ്ടാകുമോ എന്നുള്ളത്. മനുഷ്യന് തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതവരെ മാനസികമായിട്ട് തളർത്തും. ഒരു ആക്സിഡൻറ്റ് കാണുക, അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ PTSD പോലുള്ള സംഗതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതുപോലെ ആനകൾക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ച ഒരു ആനയുടെ കാര്യമാണിത്. അതൊരു മെയിൽ എലിഫൻ്റ് ആയിരുന്നു. അത് കാണുന്ന റൈനോസറസിനെ എല്ലാം കുത്തിക്കൊല്ലുമായിരുന്നു എന്നുള്ളതും. ഇത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. തമിഴ്നാട്ടിലുണ്ടായിരുന്നതാണ്. കളഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയെ ഒരു കുരങ്ങ് എടുത്തുകൊണ്ട് പോവുകയും അതിന് ഗ്രേപ്സും ഒക്കെ കൊടുക്കുകയും ഒരു പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് അതിനെ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ അവസാനത്തെ സ്ലൈഡിനകത്തേക്ക് വരികയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള, ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ ഒരിക്കലും ക്രെയിനിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ ദിവ്യമായിട്ടുള്ള ഒരു സംഗതിയോ ഒന്നുമല്ല. പല കാലങ്ങളിലായിട്ട് പല ജീവജാലങ്ങളിൽ ഉണ്ടായിരുന്നത് പരിണമിച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ മാത്രമാണ് മനുഷ്യൻ്റെ ധാർമ്മികത എന്നുള്ളതും, യഥാർത്ഥത്തിൽ മതത്തിൻ്റെ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ മനുഷ്യന് സുഖമായിട്ട് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു ജീവിയായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രസൻറ്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി
പാമ്പിൻ കയത്തിലെ ചോരക്കൈകൾ എന്താണെന്ന് അറിയണമല്ലോ. ഇത് ബോർണിയോ ഫോറസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ചിത്രമാണ്. ബോർണിയോ ഫോറസ്റ്റിൽ അവിടെ ഒരു ഗാർഡ്, പാമ്പുകളുള്ള ഒരു കുളമാണ്. ആ കുളത്തിലേക്ക് പാമ്പുകൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറാങ്കുട്ടൻ കൈ കൊടുക്കുകയാണ്. നമ്മൾ പൊതുവേ ജീവജാലങ്ങളെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതെല്ലാം ചോരക്കൈകളുള്ള അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ധാർമ്മികതയില്ലാത്ത ജീവികളാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പാമ്പിൻ കയത്തിലെ ചോരക്കൈകൾ എന്നുള്ളത്. താങ്ക് യു. Thank you, Krishna Prasad. Now I'll welcome Mr. Kanagambaran on behalf of Kannur Essence Global to present a memento to Mr. Krishna Prasad.